ഹായ് ഡേയ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ ഇന്ന് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ മനസ്സിലായില്ലേ? ഞങ്ങളെ കോട്ടേഴ്സിലല്ല കേട്ടോ, ഡൽഹിയിൽ തന്നെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്. കുറച്ച് ദിവസം ഇവിടെ കാണും. അപ്പൊ ഓണം ഒക്കെ അല്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് സാരിയുടെ ബ്ലൗസും അതുപോലെ തന്നെ ചുരിദാറിന്റെ സ്ലീവുകളൊക്കെ ചെയ്തെടുക്കുമ്പോൾ ബാക്ക് നെക്കിനും സ്ലീവിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നെറ്റ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്ലീവുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോ ഇവിടെ റെഡ് കളർ നെറ്റാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മുടെ സാരിയുടെ ബോർഡറിന്റെ കളർ അനുസരിച്ച് എന്ത് കളർ നെറ്റ് വേണമെങ്കിലും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആരി നീഡിൽ ചെയ്താൽ നമുക്ക് ഒന്നുകൂടെ ഫാസ്റ്റിന് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഒന്നുകൂടെ സ്ട്രോങ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്ക്. സാധാ നീഡിൽ വെച്ചാണെങ്കിൽ നല്ലപോലെ ഒട്ടിച്ച് ഉണങ്ങിയ ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാമേ. ഞാനിപ്പോ ഈ ക്ലോത്തിലല്ലേ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് സാരി ബ്ലൗസിന്റെ സ്ലീവ് ആണെങ്കിൽ സ്ലീവിന്റെ ആ പോർഷൻ ഇതുപോലെ റിങ്ങിലൊന്ന് സെറ്റ് ചെയ്ത് ഇട്ട ശേഷം ചെയ്താൽ മതി. അതുപോലെ ബാക്ക് നെക്ക് ആണെങ്കിൽ ആ ബാക്ക് നെക്കിന്റെ പോർഷൻ ഇതുപോലെ റിങ്ങിലൊന്ന് സെറ്റ് ചെയ്ത് ഇട്ട ശേഷം നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇതുപോലെ ഒരു ഷേപ്പാണ് ഇപ്പൊ വരച്ചു കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം, ട്രയാങ്കിളോ വേറെ എന്തെങ്കിലും ഡിസൈനോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതുപോലെ ക്ലോത്തിലോട്ടൊന്ന് വരച്ചു കൊടുക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. അടുത്ത് നമുക്ക് നെറ്റ് അറ്റാച്ച് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു നെറ്റ് സിംഗിൾ ആയിട്ട് ഇട്ട് കൊടുക്കാം. സിംഗിൾ ആയിട്ട് ഇടുന്നത് ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ഡബിൾ ആയിട്ട് മടക്കിയിട്ടിട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ സ്ലീവിലൊക്കെ ആണെങ്കിൽ ചിലർക്ക് സിംഗിൾ ആയിട്ട് ഇടുമ്പോൾ കട്ടി കുറവായതുകൊണ്ട് ഇഷ്ടം വരത്തില്ല. ആ സമയത്ത് നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഈ വർക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ ആയിട്ട് ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കണം. കരി ഇടയ്ക്ക് നെറ്റ് ഇങ്ങനെ ചുളുങ്ങിയൊന്നിരിക്കാൻ പാടില്ല. അത് കാരണം സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് 4 ചുറ്റും നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു വെച്ച്, ഒത്തിരി വലിച്ചു വെച്ചല്ല, കറക്റ്റ് ഫിനിഷിങ്ങിൽ ഇതുപോലെ ഒന്ന് വലിച്ചു വെച്ച് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് 4 ചുറ്റും നമുക്ക് പിൻ ചെയ്ത ശേഷം ഇനി നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കണം. ഈ വരച്ചതിന്റെ പുറത്തൂടെ ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതി. ഈ സരി ത്രെഡ് യൂസ് ചെയ്ത് ആരി നീഡിൽ 14 നമ്പറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് സാധാ എടുക്കുന്ന പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ വരച്ചതിന്റെ പുറത്തൂടെ ഒരു ലൈൻ ഫസ്റ്റ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട് വരാം. ഇനിയിപ്പോൾ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ഇതിന്റെ പുറത്തൂടെ, കഴിഞ്ഞ ഫ്ലവർ ചെയ്തപ്പോൾ ഞാനത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് സാധാ ചെയിൻ സ്റ്റിച്ച് ഇട്ട് വന്നാൽ മതി. ഫുള്ള് നമുക്ക് ഇതേ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഞാനിപ്പോ ഒരു ലൈൻ കണ്ടോ കംപ്ലീറ്റ് ചെയ്ത്. ഇനി നമുക്ക് സെക്കൻഡ് ലൈൻ ഇതുപോലെ നമ്മളിപ്പോ ചെയിൻ കൊടുത്ത ആ ലൈൻ ചേർത്ത് ഒരു ലൈൻ കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടത്തുള്ളൂ. കാരണം നമുക്കിവിടെ ഈ നെറ്റിന് അടിയിലുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റേണ്ടതല്ലേ. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി സ്റ്റിച്ച് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ചെയിന് കൂടെ ചേർത്ത് ഫുൾ ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 2 ലൈൻ ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച്, സാധാ നീഡിൽ വെച്ചാണെങ്കിൽ 2 ലൈൻ ചേർത്ത് 2 ലൈൻ ചെയിൻ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോ ഈ ചെയിൻ എടുത്തതിന്റെ പുറത്തൂടെ തന്നെ ഒരു സിഗ്സാഗ് ചെയിനാണ് ഇപ്പൊ ഇടുന്നത്. ഒരു ചെയിൻ്റെ ഇപ്പുറത്ത്, അടുത്ത ചെയിൻ അകവശത്ത്, അത് കഴിഞ്ഞ് പുറത്തൂടെ ഒരു ചെയിൻ, പിന്നെ അകവശത്തോട്ട് ഇതുപോലൊരു ചെയിൻ. ഇതുപോലെ അകത്തും പുറത്തും മാറി മാറി സിഗ്സാഗ് ആയിട്ട് ഒരു ലൈൻ കൂടെ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആവും നമ്മുടെ സ്റ്റിച്ച് ഇവിടെ. ഇതുപോലെ സിഗ്സാഗ് എടുക്കുമ്പോൾ നമ്മൾ വലുതാക്കി ചെയ്യരുത്, ചെറുതാക്കി തന്നെ ചെയ്യണം. ഇതുപോലെ ഫുൾ റൗണ്ട് സിഗ്സാഗ് ചെയിനും കൂടെ ചെയ്തെടുക്കാം. സിഗ്സാഗ് കംപ്ലീറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുത്ത് ബാക്കിലൂടെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനിയിപ്പോ ഞാനിവിടെ ഒന്ന് ഒട്ടിച്ച് കാണിക്കാം. കാരണം നമുക്ക് സാധാ നീഡിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒട്ടിച്ച് ഉണങ്ങിയ ശേഷം കട്ട് ചെയ്യണം. അരി നീഡിൽ വെച്ച് ചെയ്യുമ്പോൾ ഒട്ടിച്ചില്ലെങ്കിലും സാരമില്ല, എന്നാലും ഞാനിവിടെ ഒട്ടിച്ച് കാണിക്കുന്നുണ്ട്. സാധാ നീഡിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ഇത്ര സ്ട്രോങ് അല്ലല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഒട്ടിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഈ സ്റ്റിച്ചിന്റെ പുറത്തൂടെ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫുൾ റൗണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റാൻഡ് ഞാനിവിടെ തിരിച്ചു വെച്ച് ഇപ്പൊ സ്റ്റിച്ച് ചെയ്തതിന്റെ പുറത്ത് നിൽക്കുന്ന നെറ്റിന്റെ ക്ലോത്ത് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കാരണം അകവശത്തുള്ള നെറ്റ് ക്ലോത്ത് മാത്രം മതിയല്ലോ. അതിനുവേണ്ടി ഫസ്റ്റ് ഈ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. സിസർ വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ചെറിയ കട്ടർ ഉണ്ടല്ലോ, ഇത് വെച്ച് കട്ട് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ.
ഈ സ്റ്റിച്ചിന്റെ അരിക് ചേർത്തെന്ന് പറയുമ്പോൾ സ്റ്റിച്ച് ചേർത്ത് കട്ട് ചെയ്യാൻ പാടില്ല. സ്റ്റിച്ചിലൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. അരിക് ചേർത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കണം. കാരണം വർക്ക് ചെയ്ത് വരുമ്പോൾ അത് കാണത്തില്ല കേട്ടോ. ഇതുപോലെ നല്ല കെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കാരണം അകവശമൊന്നും കട്ട് ചെയ്യാൻ പാടില്ല. സ്റ്റിച്ചിന്റെ പുറത്തൂടെ ഇതുപോലെ ഫുള്ള് നമുക്ക് നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടി. ത്രെഡിന് ചേർത്ത് കട്ട് ചെയ്തിട്ടില്ല, കണ്ടോ? ജസ്റ്റ് ഒന്ന് മാറ്റിയാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാറ്റി കട്ട് ചെയ്യുന്നോണ്ടാണ് ഒട്ടിച്ചില്ലെങ്കിൽ സാരമില്ലെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് കണ്ടോ, ബാക്ക് സൈഡ് ഇനി നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. കട്ട് ചെയ്യും മുന്നായിട്ട് ഈ പിന്നുണ്ടല്ലോ, അതൊന്ന് നെറ്റിൽ മാത്രമായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നെറ്റിൽ മാത്രമാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഈ കൈ കൊണ്ട് ഈ പിന്ന് ജസ്റ്റ് ഞാനൊന്നിങ്ങനെ താഴോട്ട് പിടിച്ച ശേഷമാണ് കട്ട് ചെയ്യുന്നത്. കാരണം നെറ്റ് കട്ടാവാൻ പാടില്ല. നെറ്റ് കട്ടാവാതെ ഈ ക്ലോത്ത് മാത്രം, സ്റ്റിച്ചിനകത്ത് നിൽക്കുന്ന ക്ലോത്ത് മാത്രമാണ് കട്ട് ചെയ്യാനുള്ള. നല്ല ശ്രദ്ധിച്ച് ഇതുപോലെ ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് 4 പീസാക്കി ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 4 പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു കട്ട് കൊടുത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു കട്ട് കൂടെ കൊടുക്കണം. ഇനി ഇപ്പുറത്തെ സൈഡ് കണ്ടില്ലേ, നെറ്റ് കട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് നമുക്ക് മാറ്റാനുള്ളത്. ഈ സൈഡും ഇതുപോലെ ഒരു കട്ട് കൂടെ കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ എളുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ പീസ് ഇതുപോലെ പിടിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതും സ്റ്റിച്ച് ചേർത്ത് കട്ട് ചെയ്യരുത്. സ്റ്റിച്ചിന് ജസ്റ്റ് മാറ്റി കട്ട് ചെയ്താൽ മതി. ഒട്ടിച്ച് കൊടുപ്പിക്കുന്നോണ്ട് അധികം നൂല് പുറത്ത് വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് വർക്ക് അകവശത്തൂടെ ഒരു വർക്ക് കൊടുക്കുമ്പോൾ പുറത്ത് അധികം അറിയാൻ പറ്റാത്ത രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ചേർത്ത് കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മാറ്റി കട്ട് ചെയ്താൽ മതി. എന്ന് പറഞ്ഞിട്ട് ഒത്തിരി മാറ്റിയും കട്ട് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മാറ്റി ഈ 4 പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ നെറ്റിൽ കട്ട് ചെയ്യാതെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഈസിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് അകവശത്തെ നെറ്റ് കിട്ടി. നല്ല വശത്തൂടെ ഇത് നോക്കുമ്പോൾ കണ്ടില്ലേ, അതിന്റെ വർക്ക് ജസ്റ്റ് നമുക്ക് കാണുന്നുണ്ട്. ഇത് കാണാതെയാണ് നമുക്ക് ഇനി വർക്കുകൾ ചെയ്ത് കൊടുക്കേണ്ടത്. അത് കാണാത്ത രീതിക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിനി വർക്ക് കൊടുക്കണം. ഞാനിവിടെ കട്ട് ബീഡാണ് കൊടുക്കുന്നത്. നമുക്ക് കട്ട് ബീഡോ അതുപോലെ തന്നെ സ്റ്റോൺ ചെയിനോ കുന്തൺ വർക്കുകൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണോ വർക്ക് കൊടുക്കാം. ഞാനത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുവാണ്. കണ്ടില്ലേ, ഈ കട്ട് ബീഡാണ് ഞാനിപ്പോൾ അകവശത്ത് ഒരു ലെയർ കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ 2 കട്ട് ബീഡ് ഇട്ടാണ് ഞാനിപ്പോൾ ഒരു ലെയർ ഫുള്ള് ചെയ്ത് കൊടുക്കുവാണേ. സ്റ്റിച്ചിന്റെ പുറവശത്തല്ല, അകവശത്താണ് ഇപ്പോൾ ഒരു ലെയർ കൊടുക്കുന്നത്. അകവശത്ത് ഇതുപോലെ ചെയിൻ ബീഡോ ഇതുപോലെ കട്ട് ബീഡോ എന്താണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഒരു ലെയർ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വക്കൊന്നും പിന്നെ കാണാൻ പറ്റത്തില്ല. നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ് ആയിക്കോളും. ഇപ്പൊ ആരി നീഡിൽ വെച്ച് തീരെയും ചെയ്യാൻ അറിയത്തില്ല എന്നാൽ ഈ വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, സാധാ നീഡിൽ വെച്ച് നമുക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ച ശേഷം കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ സ്റ്റിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അത് കഴിഞ്ഞ് ഇതുപോലെ സാധാ നീഡിൽ വെച്ച് തന്നെ നമ്മൾ ബീഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കട്ട് ബീഡ് ഞാനിപ്പോ അകവശത്ത് ഒരു ലെയർ ഫുള്ള് കണ്ടോ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിനകവശത്തുള്ള വക്കൊന്നും തീരെ കാണുന്നില്ല, ഉണ്ടോ? ത്രെഡോ ഒന്നും നമുക്ക് അകവശത്തൊന്നും കാണുന്നില്ല. അകവശം നല്ല ഫിനിഷിംഗ് ആയി. ഇനി പുറത്ത് നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഈ സൈഡ്, നെറ്റ് ജസ്റ്റ് മാറ്റി കട്ട് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ. ഇവിടെ നമുക്ക് ഞാൻ ഇതുപോലെ കട്ട് ബീഡ് തന്നെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കട്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നതാണ്. സ്റ്റോൺ ചെയിന്, കട്ട് ബീഡ്, നമുക്ക് ഷുഗർ ബീഡ് എന്ത് വേണോ നമുക്ക് കൊടുക്കാം.
അതുപോലെ തന്നെ ഗോൾഡൻ കളറിന് പകരം നമുക്ക് എന്താണോ കളർ കൊടുക്കാൻ ഇഷ്ടം അതുപോലെ കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. അകവശത്ത് കൊടുത്ത പോലെ സെയിം ഗോൾഡ് കളർ തന്നെ കട്ട് ബീഡ് ഞാൻ ഇവിടെയും ഒരു ലെയർ ഇട്ട് കൊടുക്കണം. ഒരു ലെയർ കട്ട് ബീഡ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ നെറ്റ് ഒന്ന് മറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് എത്ര വീതിക്ക് ഡിസൈൻ കൊടുക്കണോ അതുപോലെ കൊടുക്കാം. ഞാനിപ്പോ പറഞ്ഞല്ലേ ഈ ക്ലോത്തിൽ ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോ ബ്ലൗസിന്റെ സ്ലീവിലായാലും ചുരിദാറിനോ നെക്ക് പോർഷനിലൊക്കെ നമുക്ക് നമ്മുടെ ക്ലോത്തിൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാനിവിടെ ഒരു ലെയർ കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നെറ്റ് തീരെ അതിന്റെ സൈഡ് ഒന്നും കാണുന്നില്ല, ഫിനിഷിംഗ് ആയി. എന്നാലും ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഇതുപോലെ ചെയിൻ ബീഡാണ് ഞാൻ ഒരു ലെയർ കൂടെ കൊടുക്കുന്നത്. ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്തായാലും സ്റ്റിച്ച് ചെയ്താലേ അതൊന്ന് സ്ട്രോങ് ആവുള്ളൂ കേട്ടോ. ഒട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇളവിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. ഒട്ടിച്ചു കൊടുത്ത ശേഷവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉണങ്ങിയ ശേഷം സ്റ്റിച്ച് ചെയ്യണം, അതുവരെ വെയിറ്റ് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇതുപോലെ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇതുപോലെ വെച്ചപ്പോൾ ഒരു സിക്സാഗാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അകവശത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുത്ത ശേഷം പുറത്തോട്ട് എടുത്തൊരു സ്റ്റിച്ച് കൊടുക്കും, പിന്നെ അകവശത്തോട്ട് സ്റ്റിച്ച് കൊടുത്ത് അങ്ങനെയാണ് പോകുന്നത്. സാധാ നീഡിൽ വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സ്റ്റിച്ച് കൊടുത്ത് സാധാ നീഡിൽ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഒരു ലെയർ ചെയിൻ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ തന്നെ നല്ല ഭംഗിയായില്ലേ. ഇത് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റ്. ഇനി ഞാനിവിടെ ഒന്ന് രണ്ട് മാർക്ക് കൊടുക്കുന്നുണ്ട്. ഒരേ സ്പേസിൽ 1 ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിറർ ഒട്ടിക്കാനാണ്. ഇതുപോലെ കുഞ്ഞു ഗോൾഡൻ മിറർ കൂടെ അതിന്റെ പുറത്തൊന്ന് ഒട്ടിച്ച ശേഷം അതിന്റെ വക്കിൽ ഞാൻ ജർദോസിയാണ് കൊടുക്കുന്നത്. നമുക്ക് ചെയിൻ ബീഡോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഈ ജർദോസി കൊടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ മിററിന്റെ സൈഡിലൂടെ നമുക്ക് ഗമ്മൊന്ന് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷമാണ് നമുക്ക് ജർദോസി ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. ഉണ്ടോ, ചുറ്റിലൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ജർദോസി ഇതുപോലെ അതിന്റെ കണക്കിന് ഇതുപോലെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു വിട്ടാൽ മതി. ഉണങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒന്നുകൂടെ ജർദോസി അവിടെ സ്ട്രോങ് ആയിക്കോളും. ഫുൾ മിററും ഇതുപോലെ ഞാൻ ജർദോസിയാണ് കൊടുക്കുന്നത്. ഈ മിററിന് പകരം നമുക്ക് പല കളറിൽ കുന്തൻ സ്റ്റോൺസ് അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടി. ഇതൊരു വൈറ്റ് ക്ലോത്തിലല്ലേ ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കളർ ഡ്രസ്സുകളുടെ സ്ലീവിലൊക്കെ ആണെങ്കിൽ എത്ര രസമായിരിക്കും അല്ലേ. അതുപോലെ ഇനി ഞാനൊരു കുഞ്ഞു ഫ്ലവർ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഓരോ മിററിന്റെ ഇടയ്ക്കും ഓരോ കുഞ്ഞു ഫ്ലവർ. ഫസ്റ്റ് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് പേൾ ബീഡ് കൊടുത്ത ശേഷം അതിന്റെ ചുറ്റിലും ഒരു 5 സീക്വൻസ് കൂടെ, ഇതുപോലെ 5 6 സീക്വൻസ് കൂടെ റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവർ കിട്ടും. ഇതിന് പകരം നമുക്കിവിടെ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ കളർ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഡ്രസ്സിന്റെ ഒക്കെ കളറിനാണെങ്കിൽ ആ ഡ്രസ്സിന്റെ കളറിനനുസരിച്ച് നമുക്ക് സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഫുള്ള് മിററിനിടയ്ക്കും ഇതുപോലെ ഓരോ ഫ്ലവറാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. സാധാ നീഡിൽ വെച്ച് ചെയ്യുന്നവർക്ക് സാധാ നീഡിൽ ഇതുപോലെ പേൾ ബീഡിട്ട് ചുറ്റും സീക്വൻസ് കൊടുത്ത് ഇതുപോലെ ഫ്ലവർ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ നമ്മുടെ വർക്ക് എത്ര ഭംഗിയായിട്ട് ഇവിടെ കിട്ടിയെന്ന്. അതുപോലെ തന്നെ ഈ വർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ കാണുമല്ലോ, അറിയാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.